ഡി സി പവർ സപ്ലൈ ഉപയോഗിക്കുന്നവരെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിൽ ഡയോഡിന് പാരലായിട്ട് ഈ 103 ഔട്ടിൽ ഈ 100NF അല്ലെങ്കിൽ 104 ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു തരാം. നമ്മുടെ ട്രാൻസ്ഫോമർ ഇൻഡക്ഷൻ വഴിയാണല്ലോ വർക്ക് ചെയ്യുന്നത്. ലൈനിൽ RF ഫ്രീക്വൻസി, സ്പൈക്ക്, അൺവാണ്ടഡ് ഫ്രീക്വൻസി എല്ലാം ഉണ്ടാകും. പോരാതെ ഒരു 50 ഹെർട്സിൻ്റെ AC ഫേസ് ഷിഫ്റ്റും കാണും. അങ്ങനെ വരുമ്പോൾ നമ്മൾ DC ആക്കുന്ന സമയത്ത് ഈ ഡയോഡിന് ഇപ്പുറത്തേക്ക് ഈ ഫ്രീക്വൻസി എല്ലാം കടന്നു വരും. ഫിൽട്ടർ കപ്പാസിറ്റർ ഹൈ വാല്യൂ കപ്പാസിറ്റർ ആയതുകൊണ്ട് ഇതുവഴി ഹൈ ഫ്രീക്വൻസി ഒന്നും കണ്ടക്ട് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് ബൈപ്പാസ് ചെയ്യില്ല. അതുകൊണ്ട് സെക്കൻഡറി വൈൻഡിങ്ങിലുള്ള ഇതുപോലുള്ള ഫ്രീക്വൻസി എല്ലാം ലോ വാല്യൂ കപ്പാസിറ്റർ ഹൈ ഫ്രീക്വൻസി കണ്ടക്ട് ചെയ്യും. ഡയോഡിന് പാരലായിട്ട് കണക്ട് ചെയ്ത് ഈ ഡ്യുവൽ സപ്ലൈ ആണെങ്കിൽ പോസിറ്റീവ് സൈഡിലും നെഗറ്റീവ് സൈഡിലും കൊണ്ടുവരും. അതിനുശേഷം അവിടെ ഇവിടെ ഒരു 104, ഇതാണ് 104ൻ്റെ നമ്മുടെ 104 പോളിസ്റ്റർ 100NF നെഗറ്റീവ് സൈഡിലുള്ള ആ ഫ്രീക്വൻസിയെ ഗ്രൗണ്ടിലേക്ക് ബൈപ്പാസ് ചെയ്യും. പോസിറ്റീവ് സൈഡിലുള്ള ഫ്രീക്വൻസിയും നെഗറ്റീവ് ഗ്രൗണ്ടിലേക്ക് ബൈപ്പാസ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ഒരു ഏകദേശം ക്ലിയർ DC കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് നോർമലാക്കി വയ്ക്കും. അതായത് മ്യൂസിക്കൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരു പൊട്ടൽ പോലെ, ഒരു ഹൗളിംഗ് പോലെയൊക്കെ ചെറിയൊരു സൗണ്ട് കേൾക്കാം. അത് ക്ലിയറായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ഒരു ഹെഡ്ഫോൺ ഔട്ടെടുത്ത് കണക്ട് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു ഡിസ്ട്രോഷൻ സൗണ്ട് ഇങ്ങനെ ഇട്ടിട്ടൊന്ന് പൊട്ടിയിരിക്കും. അങ്ങനെ ഈ പോളിസ്റ്റർ 4 ഈ 100NF കൊടുക്കുകയാണെങ്കിൽ ഏകദേശം അതിൻ്റെ ഒരു ഫ്രീക്വൻസി ക്ലിയറായി നല്ലൊരു ഡിസ്ട്രോഷൻ ഇല്ലാത്ത സൗണ്ട് നമ്മുടെ ആംപ്ലിഫയറിൽ കിട്ടും. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.